ഹായ് ചങ്ങാതിമാരെ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈരാറ്റുപേട്ടയിൽ നിന്ന് സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. ഏകദേശം 116 കിലോമീറ്റർ അകലത്തിലാണ് ഈ സാമ്പ്രാണിക്കൊടി. നമ്മളങ്ങനെ സാമ്പ്രാണിക്കൊടി ബോട്ടിൽ നിന്നും ഏകദേശം ഒരാൾക്ക് 150 രൂപ എന്ന നിരക്കിലാണ് ഈ സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്കുള്ള യാത്ര. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെറിയൊരു ബോട്ടിൽ യാത്ര ചെയ്യിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. അതുമാത്രമല്ല, ധാരാളം സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരിടം കൂടിയാണ് സാമ്പ്രാണിക്കൊടി. നമ്മളങ്ങനെ തുരുത്ത് ലക്ഷ്യമാക്കി പോകുന്നു. അതിനുശേഷം തുരുത്തിൽ നിന്നും ഒരാൾക്ക് 100 രൂപ എന്ന രീതിയിൽ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു മിഷ്യൻ ഘടിപ്പിച്ച വള്ളത്തിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ സാമ്പ്രാണിക്കൊടിയുടെ മനോഹര ഭംഗി കാണാൻ വേണ്ടിയുള്ള യാത്ര. ഞങ്ങൾ ഏകദേശം 25ഓളം പേരുണ്ട്, പിള്ളേരെല്ലാം ഉൾപ്പെടെ. 2 വള്ളത്തിലായിട്ടാണ് ഞങ്ങൾ ആ ചുറ്റോട്ടമെല്ലാം കാണാൻ പോകുന്നത്. ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്രയും അതുപോലെ പ്രകൃതിയുടെ ആ ഭംഗി ഒപ്പിയെടുക്കാനും നല്ല മനോഹരമായൊരു യാത്രയാണ്. നമ്മൾ ഈ കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ഈ സാമ്പ്രാണിക്കൊടി കണ്ട് അതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം കൂടിയാണ്. നട്ടുച്ച സമയത്താണെങ്കിൽ വെയിലുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മാമച്ചി വെയിലിനെ തടുക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ച് തല മറച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശമെല്ലാം കണ്ട്, ഇതാണ് അതിൻ്റെ ഏറ്റവും വശ്യ ഭംഗിയായ സ്ഥലം. കാരണം വെള്ളത്തിനടുക്ക് സോഡാനിയ വെള്ളം, സർബത്ത്, അതുപോലെ കപ്പയും എല്ലാ ഐറ്റവും ഈ തുരുത്തിൻ്റെ അകത്തുണ്ട്. അവിടെയും ധാരാളം പേര് നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അതുപോലെ ഫോട്ടോ എടുക്കാനും എല്ലാ രീതിയിലും നല്ല മനോഹരമായ സ്ഥലം കൂടിയാണ് ഈ സാമ്പ്രാണിക്കൊടി എന്നത്. ഇത് അഷ്ടമുടി കായലാണ്. കാരണം മുട്ടുകാലിൽ പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ സാമ്പ്രാണിക്കൊടി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ബോട്ടിലേക്കാണ് തിരിച്ചു മടങ്ങുന്നത്. അപ്പം എല്ലാവരും സാമ്പ്രാണിക്കൊടിയുടെ എങ്ങനെയുണ്ട് അഭിപ്രായം? വെള്ളമായിട്ടോ അഭിപ്രായം എങ്ങനെയാ? ഇനി വരാൻ തോന്നുന്നുണ്ടോ അതോ വരാതിരിക്കാൻ തോന്നുന്നുണ്ടോ? വെള്ളം ഇല്ലാത്തപ്പോഴാണ് മണം കണ്ടില്ലേ? നല്ല വെള്ളം പേര് വരുന്നല്ലേ, കുറച്ച് മണമൊക്കെ വേണമല്ലേ? ഓവറല്ലേ? മോശം വെള്ളങ്ങൾ ചില ദിവസങ്ങൾ അടുത്ത മഴ സീസൺ വരാൻ പോകണം. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും വന്നു പോകണം. താമസിക്കുന്ന എവിടെയാ? നിലമണ്ണ അടുത്താ? പൊന്മുടിക്ക് അടുത്താണ്. പൊന്മുടി കോട്ടയം ഈരാറ്റുപേട്ട പഠിച്ചുണ്ടല്ലേ? സ്ഥലം അറിയാം. ഹൈറേഞ്ചിന്റെ കവാടം വാഗോണ്ട് പോകുന്ന റൂട്ട്. വാഗോൺ പോകുന്ന റൂട്ട്. നമ്മൾ പൊന്മുടി അടുത്തുള്ള ആളാണ്. പൊന്മുടി കാണാൻ പറ്റിയതാണല്ലോ. നല്ല അടിപൊളി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പോയിരുന്നേ ഉള്ളൂ. പക്ഷേ ചില ദിവസങ്ങൾ മഴ പെയ്ത, ഇപ്പോൾ വേനൽ മഴയുണ്ട്. മഴ പെയ്താൽ മിശ്ര പനി. ഇതിന്റെ മറ്റൊരു വ്യൂ ആണ് മൺട്രോത്തുരുത്തല്ലേ? മൺട്രോത്തുരുത്ത് പോയതല്ലേ? മണ്ടൂർ ഞാൻ പോയിട്ടില്ല. അതിന്റെ നല്ല ഇതുപോലത്തെ മോശം മണമില്ല, അത്ര ഇല്ല, ക്ലിയറാണ്. നല്ല പ്ലേസ്. കാരണം മൺട്രോത്തുരുത്ത് വരുന്ന സാമ്പ്രാണിക്കൊടി വന്നിട്ടില്ല. ഇവിടെ നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് എത്ര പ്രസിദ്ധമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും. നേരെ കാണുന്നതാണ് ബോട്ട് ജെട്ടി. നമ്മളങ്ങനെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് യാത്രക്കാരും ഈ ബോട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാമ്പ്രാണിക്കൊടിയിൽ എല്ലാവരും സൂക്ഷിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സാമ്പ്രാണിക്കൊടിയിൽ നിന്നും അടുത്ത നമ്മൾ കൊല്ലം ബീച്ചിലേക്കാണ്. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ച് എത്തിയിരിക്കുകയാണ്. സന്ധ്യാസമയമായതുകൊണ്ട് സൂര്യ അസ്തമിക്കുന്നതും എല്ലാം കാണാൻ നല്ല രസമാണ്. കാരണം ഒരു പരിധി വരെ ഞങ്ങൾ ആ കടൽ വെള്ളത്തിലും അവിടെയെല്ലാം ആയിട്ട് ചിലവഴിച്ചു. ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അപ്പം പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക്.
അപ്പം കുറച്ച് നേരം കടല തിരയൊക്കെ കണ്ട് നമ്മുടെ യാത്രയ്ക്ക് ഭംഗി കൂട്ടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ചെറിയ ബ്രേക്ക്. കേരളപുരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എല്ലാം ചേർക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നത് ചെറിയ ബ്രേക്ക്.